വെറുതെ ഇട്ടാ മതി. ആ 2 ടീസ്പൂൺസ് ഇട്ടോ. ടീസ്പൂണാണത്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത് വൈറ്റ് സോസ് ആണ്. വൈറ്റ് സോസിന് നമ്മൾക്ക് ഇതേമാതിരി 2 സ്പൂൺസ് ഓഫ് ബട്ടർ വേണം. ഇനി അവന് കൊള്ളില്ലാന്ന് പറഞ്ഞാൽ അവൻ കൊള്ളില്ലാന്ന് പറഞ്ഞോളൂ. ചൂടാണോ? ടേസ്റ്റി ആണോ? ശരിക്കും ടേസ്റ്റി ആണോ? അതൊന്നും വെറുതെ പറയണോ? ചീസിന്റെ ടേസ്റ്റ് വരുന്നുണ്ടോ? ഹായ് എവരിബഡി. നിങ്ങൾ പരിയുടെ ഒരുപാട് എപ്പിസോഡ്സ് കണ്ടുവല്ലോ. അപ്പൊ അതുമാതിരി തന്നെ അതൊരു മാലാക കുഞ്ഞാണെങ്കിൽ ഇതൊരു ഞങ്ങളുടെ ഒരു കുറുമ്പൻ കുട്ടനാണ് വരാൻ പോണത്. ഞങ്ങൾക്ക് അടുത്ത നമ്മളെ റെസിപ്പി എൻ്റെ കൂടെ ഒരു ജൂനിയർ ഷെഫ് കൂടി വരാൻ പോണ്ട്. അയാൾ ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാം. Hello everybody, my name is Ved. Welcome to Easy Recipes by Suja. വേദു, അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന്? Today we are going to make white sauce pasta. എന്ത് ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടം? Alfredo pasta. ആൽഫ്രെഡോ പാസ്ത. ഓക്കെ. അത് തന്നെ വേറെ എന്തെങ്കിലും പാസ്ത അല്ല, അതിപ്പോ നമ്മൾ ഉണ്ടാക്കുമല്ലോ. ഇപ്പൊ ഉണ്ടാക്കാൻ പോണം. അല്ലാണ്ട് നിനക്ക് എന്താ ഇഷ്ടം? ചിക്കൻ. എന്ത് ചിക്കനാ ഇഷ്ടം? തന്തൂരി ചിക്കൻ. അതെങ്ങനെ ഉണ്ടാക്കാന്ന് അറിയോ മോനെ? എന്തൊക്കെയുണ്ട് അതിൽ അറിയോ? അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുക? ആ മതി. ഏതൊക്കെ അറിയാം മോനെ? Spices, the tandoori, and of course we'll make the chicken. സോ നമുക്ക് ആദ്യം എന്താ തന്തൂരി ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യണം അല്ലേ? അത് കഴിഞ്ഞിട്ട് എത്ര സമയം വെക്കണം ഫ്രിഡ്ജിലൊക്കെ? ഫ്രിഡ്ജിൽ വെക്കണ്ടേ? മാരിനേറ്റ് ചെയ്ത് വെക്കണ്ടേ അത്? 24 hours വെക്കണം. സോ വേദ് എന്താ പറയാ, ചെറിയ ഷെഫൊന്നും അല്ല കേട്ടോ. വേദിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. വേദ് അമ്മയുടെ കൂടെ ഉണ്ടാക്കാറുണ്ടല്ലേ? ആ, വേദ് അമ്മയുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഐസ്ക്രീം എന്തൊക്കെയോ ഉണ്ടാക്കാറുണ്ടല്ലേ? ആ, കേക്ക്, കുക്കീസ്. ആ, വേദിന് നല്ല പരിചയമുള്ളതാണേ. കുഞ്ഞു ബേബി ആയിരുന്നില്ലേ? വേദ് കുറച്ചുകൂടി വലിയ കുട്ടിയാണ്. വേദിന് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കാൻ നോക്കാം അല്ലേ വേദു? അപ്പൊ നമുക്ക് ഇന്ന് ഇതിൽ എന്തൊക്കെയാ ഉണ്ടാക്കണം ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക്. Corn, carrot, capsicum and pasta, garlic and whatever. This is all purpose flour. നമുക്ക് സോസ് ഉണ്ടാക്കാൻ, വൈറ്റ് സോസ് ഉണ്ടാക്കാൻ. ഫ്ലവർ. സോ ഈ പാസ്ത യൂഷ്വലി നമ്മൾ മൈദയിലാണ് ഉണ്ടാക്കുക. അപ്പൊ പക്ഷെ ഞാൻ ഇവിടെ ഒരു ദുരും വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീറ്റ് പാസ്തയാണ്. ബിക്കോസ് മൈദ ഹെൽത്തി അല്ലാത്തത് കൊണ്ടും ഹെൽത്തി അല്ലാത്ത ഫുഡ് അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല വേദുവിന്, അല്ലേ വേദു? അത് കാരണം ഞങ്ങൾ ഇന്ന് ദുരും വീറ്റിന്റെ പാസ്തയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ correct. Maida pasta, macaroni and all will be more tasty, but taste wise it is good, but this is healthy അല്ലേ? It's also healthy. It is also tasty. അപ്പൊ ഇതില് ഈ പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ദുരും വീറ്റ് പാസ്തയാണ്. കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ല. അപ്പം ഈ വീറ്റ് പാസ്തേനെ ഞാനിപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 3.5 കപ്പ് വെള്ളത്തിലിട്ട് വേവിച്ച് ശകലം സോൾട്ടും എണ്ണയും ഒഴിച്ച് വേവിച്ചിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. പിടിക്കേ. അപ്പൊ ഇത് ഇവിടെ വെറുതെ ഇട്ടാ മതി. ആ, ഇതും കൂടി ഇട്ടോ. 2 ടീസ്പൂൺസ് ഇട്ടോ. ടീസ്പൂണാണത്. ആ ബസ്. അപ്പൊ ഇതിൽ നമ്മൾ ഇനി ഗാർലിക് ഇടുന്നു. ഇതെന്താ നമ്മൾ ഇട്ടതെന്താ? മലയാളത്തിൽ പറ. എന്താ? ഗാർലിക് ഇട്ടു. ഇനി ഗാർലിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ സോട്ടേ ചെയ്യണം കേട്ടോ. ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം നമ്മളിപ്പോ സോട്ടേ ചെയ്യാൻ പോണം. സോ അത് ഗാർലിക് കളർ ചേഞ്ച് ആയോ? ഒരു റോ സ്മെല്ല് പോണം. ഓക്കെ, പോയിട്ടില്ല? പോട്ടെ. അപ്പൊ നമ്മളിപ്പോ ക്യാപ്സിക്കം ഇട്ടു. പതുക്കെ ഇളക്കും. ഓക്കെ. ക്യാരറ്റ് ഇടാം അറിയോ? ആ ഇട്ടോ. ഗുഡ്. ഇനി എന്താണ് ഇടണ? സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ ഇഷ്ടമല്ലേ? അപ്പൊ അത് ആക്ച്വലി ഇത് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ ഇതിൽ പിന്നെ ഇനി സോൾട്ട് ഇടുന്നില്ല. പിന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യും. ഇത് സ്വീറ്റ് കോൺ ഓൾറെഡി സ്റ്റീം കുക്ക്ഡ് ആണ്. ഓക്കെ, സോ അപ്പൊ അത്രയൊന്നും നമുക്ക് ഇതാക്കണം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, അല്ലേ? ലുക്സ് നൈസ്. ഇപ്പൊ നമ്മൾ ഈ 2 ഇതുണ്ട്, സ്പൂൺ ഇടുന്നുണ്ട് ബട്ടർ. ഇത് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോണം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്ത് വെജിറ്റബിൾ സോട്ടേ ചെയ്തു അല്ലേ? ഇനി നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണത് വൈറ്റ് സോസ് ആണ്. വൈറ്റ് സോസിന് നമ്മൾക്ക് ഇതേമാതിരി 2 സ്പൂൺസ് ഓഫ് ബട്ടർ വേണം. It's okay. Slowly put, no.
ആ അത്രേ മതി. Oh, it is static. ആ ഓക്കെ സ്ലോലി ഓക്കെ ആ ഓക്കെ നൗ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി മെൽറ്റഡ് അല്ലേ? Yes. ഇപ്പോൾ അങ്ങോട്ട് പുട്ട് 2 സ്പൂണ് മൈദ ഇടും വൈറ്റ് സോസിനുള്ളത്. But maida is not healthy. ബട്ട് വി ഹാവ് ടു പുട്ട്. So at least it tastes good. ടേസ്റ്റ് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പാസ്ത നമ്മൾ ഇതിന്റെ അല്ലേ ഉണ്ടാക്കണത്? അപ്പൊ ഇത് നമ്മൾ വെറുതെ 1 സ്പൂൺ അല്ലേ ഇടുള്ളൂ, This is സാരമില്ല. like a dough. ആ ഡോ ആക്കണ്ട, നന്നായിട്ട് അതിനത് ചെയ്യണം. ഇങ്ങനെ ഇളക്കണം, ഫാസ്റ്റ് ആയിട്ട് ഇളക്കണം. അപ്പൊ ഈ മൈദ ഇതുമാതിരി കുറച്ചൊന്ന് കട്ടയാവും. ബട്ടറിൽ നന്നായിട്ട് ഇതിന്റെ പച്ചമണം പോണ പോലെ വരെ നന്നായിട്ട് ആ മൈസൂർ പാക്ക് പോലെ. ആ ശരി, അതുപോലെ നന്നായിട്ട് വാട്ടണം. വാട്ടിയിട്ട് നമ്മൾ ഈ സമയത്താണ് നമ്മൾ എന്തിടും ഇതില് സോസ് ഉണ്ടാക്കാൻ? മിൽക്ക് വി ഹാവ് ടു ആഡ് ചെയ്യാം. It have white color. ആ യാ, സോ നമ്മളിപ്പോ മിൽക്ക് ഇടാൻ പോണം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ എന്താ ചെയ്യണം എന്നറിയോ? ഇതിനെ ഗ്യാസിനെ സിമ്മിൽ വെക്കണം. സിമ്മിൽ വെച്ചിട്ട് ഇതിൽ ഹെർബ്സ് എല്ലാം ഇടണം. ചില്ലി ഫ്ലേക്സ് ഇട്ടു കുറച്ച്, ഓക്കെ, Little bit more. ദിസ് ഇസ് The glass. ഇത് ഒറിഗാനോ. ഇട് Oregano seeds. ഇട്ട് now what we will do, ഇനി എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മൾ പാസ്ത ആഡ് ചെയ്യും. ആഡ് ചെയ്യട്ടെ? I'll put that pasta. then we will put sorted vegetable. കുറച്ചുകൂടി ഇത് ഭയങ്കര തിക്കായി, അതുകൊണ്ട് we are adding this, okay? then if we need, what we need to add? salt and pepper. yeah, so we'll put little salt, okay? Little pepper. and pepper. അപ്പോൾ കുറച്ച് ഞാൻ ഇടാം ഇപ്പോൾ salt. This is salt, pepper. Yeah. See? ഇതുകൂടെ Fully. നിനക്ക് ഇഷ്ടമല്ലേ ചീസ്? Yes. ആ അപ്പൊ പിന്നെ ഇട്ടോ. But too much cheese is not good. ടൂ മച്ച് ചീസ് ഇസ് നോട്ട് there. ഇത്ര ഇതിന് വേണ്ട ചീസേ ഇടുള്ളൂ നമ്മൾ. യമ്മി ആയിട്ടല്ലേ കാണുന്നല്ലേ? Yeah. ഇതിപ്പോ പാസ്ത ആയില്ലേ? Yeah, നമുക്കിനി just ടേസ്റ്റ് ഒക്കെ plate it. ആ പ്ലേറ്റ് കൊണ്ടുവരാം. അപ്പൊ തൽക്കാലം പാസ്ത ആയി. Plate it. ചൂടാണോ? So good. ടേസ്റ്റി ആണോ? ശരിക്കും ടേസ്റ്റി ആണോ? അതൊന്നും വെറുതെ പറയണോ? Amma. ചീസിന്റെ ടേസ്റ്റ് വരുന്നുണ്ടോ? Mm. അപ്പൊ അവന് ഇഷ്ടമായി എന്നാണ് പറയണത്, എന്റെ കാര്യമല്ലേ? ലൈക്ക് ദിറ്റ്. ആ ഇഷ്ടപ്പെട്ടു എന്ന് പറയൂ എന്നാ മലയാളത്തില്. ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ അതോ കുറച്ച് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ വേദൂട്ടിന് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ മക്കൾക്ക് നിറയെ ചീസൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കൊക്കെ ഇതുമാതിരി, ഒരുപാട് ഹെൽത്തി എന്ന് പറയണില്ല, എന്നാലും ഉണ്ടാക്കി കൊടുക്കൂട്ടോ.